ഇന്ന് വെറൈറ്റിക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ എന്നും വാടായിട്ട് അങ്ങോട്ട് മടുത്തില്ലേ. സോ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഉമ്മയും കൂടെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഉമ്മാൻ്റെ വീട്ടിലിരുന്നേ 10 മണിക്ക് ഉമ്മച്ചിക്ക് എങ്ങോട്ടൊക്കെയോ തണ്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തതാണ് എന്നെ. അവിടെ എത്തിയപ്പോൾ ഉമ്മച്ചിയും കുട്ടികളും കുളിച്ചിട്ട് പോലുമില്ല. പിന്നെ ഒരുവിധം എല്ലാവരും റെഡിയായി ഇറങ്ങി നേരെ പോയത് ഉമ്മച്ചിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കേട്ടോ. ഞാനും ഉമ്മച്ചിയും കുട്ടികളും ഉമ്മമ്മ ഉണ്ടായിരുന്നേ. അവിടെ ചെന്നപ്പോൾ നാരങ്ങളിലൊക്കെ കിട്ടി. ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ചൂടാന്നും പറഞ്ഞിട്ട് ആ താത്ത AC റൂമിലൊക്കെ കയറ്റിട്ടോ. ഒരു വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴുള്ള അവസ്ഥയാണിത്. വെറും 2 മിനിറ്റ്. എനിക്ക് പൊതുവേ വിയർപ്പിൻ്റെ അസുഖം ഉള്ളതാണ്. പിന്നെ ഓന്തിൻ്റെ മാതിരിക്ക് കളറും മാറും. പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇറങ്ങിയിട്ടോ. ലഞ്ച് കഴിക്കാൻ കുറേ നിർബന്ധിച്ചു. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു. പോരുന്ന വഴിക്ക് ഞങ്ങൾ പഴയ നൈബറിൻ്റെ വീട്ടിൽ കയറിയിട്ടോ. ഒരു 6 വർഷം മുമ്പ് അവർ വീട് മാറിപ്പോയതാണ്. അവിടെ നിന്നും കുറേ ചോറ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടോ. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പഴംപൊരിയും ചായയും മിച്ചറൊക്കെ തിന്നു. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാത്തതാണ്. പിന്നെ ഒരു നിർബന്ധിച്ചപ്പോൾ 2 പഴംപൊരി കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടപ്പോൾ പിന്നെ വീഡിയോൻ്റെ കാര്യമൊക്കെ ഞാൻ സൗകര്യപൂർവ്വം മറന്നു. വീട് എത്തുന്നതിന് മുമ്പുള്ള സൊസൈറ്റി കണ്ടപ്പോൾ ഉമ്മച്ചിക്ക് പിന്നെ അവിടുന്ന് പാലും ബട്ടറൊക്കെ വേണം. ഇതിനൊക്കെ ഞാൻ തന്നെ ഇറങ്ങും വേണം. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എനിക്കാണെങ്കിൽ വണ്ടി കയറി നിൽക്കണമെന്ന് ഇഷ്ടമല്ല. മടി, വെറും മടി. പിന്നെ ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് കുൽഫിയും വാങ്ങിയിട്ടോ, ബട്ടർ വാങ്ങിയപ്പോൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 3:30 ആയിട്ടോ ടൈം. നോടത്തെ പോയി ഞങ്ങൾ അതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പോകണ വഴിക്ക് ഞങ്ങൾ ലഞ്ചൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിരുന്നു കേട്ടോ. അഥവാ വഴിക്ക് വെച്ച് വിശന്നാലോ എന്ന് വിചാരിച്ച് വാങ്ങി വെച്ചതാട്ടോ ആദ്യം തന്നെ. പക്ഷേ വീട്ടിലെത്തിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇത് അതിൻ്റെ ഇടയ്ക്ക് പൂളൂസ് മധുരമുള്ള ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വാങ്ങിച്ചാട്ടോ. ഇതിനും ഞാൻ തന്നെ ഇറങ്ങി. പിന്നെ ഓരോ കുൽഫി കഴിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കുൽഫി ട്രൈ ചെയ്യണത്. കണ്ട ചോക്കോബാർ പോലെയുണ്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 10 രൂപയുള്ളായിരുന്നു കേട്ടോ ഇതിന്. പിന്നെ ഡയറ്റിൻ്റെ സമയത്ത് ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ദിവസമൊക്കെ കഴിക്കാമല്ലേ. ഡിന്നറിന് ബനാന സ്മൂതി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും മമ്മിയും തിരിച്ചും മല വീട്ടിൽ കഴിഞ്ഞെത്തിയേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.